എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബ്യൂട്ടി ടിപ്സാണ് കേട്ടോ. ഒരു ഫേസ് പാക്ക്, ഒരു സൈഡ് എഫക്റ്റും ഇല്ല, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഫേസ് പാക്ക്. ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്ന കേട്ടോ. അപ്പോൾ എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യണു. അറിയാത്തവരത് ചെയ്ത് നോക്കുക, അറിയണവർ ക്ഷമിക്കുക. അപ്പോൾ അതൊന്ന് പോയി കണ്ടുകൊണ്ടുവന്നാലോ ഈ വീഡിയോ. മുഖകാന്തിക്ക് ഏലാതി ചൂർണം. ഏലാതി ചൂർണം എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയാം. ആദ്യം മുഖം നന്നായി കഴുകുക. ഓയിലി സ്കിന്നുകാർക്ക് ചെറുപയർ പൊടി ഉപയോഗിച്ച് മുഖം നന്നായി കഴുകാം. ഡ്രൈ സ്കിന്നുകാർക്ക് കടലമാവ് ഉപയോഗിച്ച് മുഖം കഴുകുക. ഏലാതി മുഖലേപനം നാളികേരപ്പാലിൽ കുഴച്ച് കുഴമ്പ് പരുവമാക്കി 20 മിനിറ്റ് മുഖത്തിടുക. അതിനുശേഷം വീണ്ടും കടലമാവോ ചെറുപയർ പൊടിയോ ഉപയോഗിച്ച് കഴുകിക്കളയുക. മുഖത്തിന് നല്ല തിളക്കം ലഭിക്കും, സോഫ്റ്റ് ആവുകയും ചെയ്യും. പിന്നെ വേണമെങ്കിൽ അല്പം നാൽപ്പാമരാതി വെളിച്ചെണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്ത് വീണ്ടും കടലമാവോ ചെറുപയർ പൊടിയോ ഉപയോഗിച്ച് കഴുകിക്കളയുക. മുഖം നല്ല ഗ്ലോ കിട്ടും, സോഫ്റ്റ് ആവുകയും ചെയ്യും. മുഖത്തെ പാടുകൾ, ചുളിവുകളില്ലാത്ത ചർമ്മം, കണ്ണിനടിയിലെ കറുത്ത പാടുകൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഏലാതി ചൂർണം മോരിൽ ചാലിച്ച് ഫേസ് പാക്കായി ഉപയോഗിക്കാം. മുഖത്തെ കരുവാളിപ്പ്, ടാൻ അകറ്റാൻ എല്ലാം ഇത് നല്ലതാണ്. മുഖത്ത് ആവി പിടിച്ചതിനു ശേഷം തൈരിൽ കലക്കി മുഖത്ത് പുരട്ടാം. അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക. ഇത് ദിവസവും അടുപ്പിച്ച് ചെയ്താൽ മുഖത്തിന് നിറം ലഭിക്കും. വരണ്ട ചർമ്മത്തിന് ചുളിവുകൾ നീക്കം ചെയ്യുന്നതിനും തേനിലോ പാലിലോ ചാലിച്ച് ഈ ചൂർണം മുഖത്ത് പുരട്ടാം. നല്ല പുളിയുള്ള മോരിലോ തൈരിലോ ഏലാതി ചൂർണം ചാലിച്ച് മുഖത്തിടുന്നത് മുഖത്തെ കുത്തുകൾ, പിഗ്മെൻറ്റേഷൻ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു. പുളിയുള്ള തൈരിലോ മോരിലോ ഉള്ള ബ്ലീച്ചിങ് ഇഫക്റ്റാണ് ഇതിന് സഹായിക്കുന്നത്. അടുപ്പിച്ച് ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. മുഖത്ത് കുരു വന്ന പാടുകൾ, ചിക്കൻ പോക്സ് വന്ന പാടുകൾ എല്ലാം പോകാൻ ഏറെ നല്ലതാണ്. ഒരു 3 മാസമെങ്കിലും തുടർച്ചയായി ഉപയോഗിക്കുക. തീർച്ചയായും ഗുണം ഉണ്ടാകും. സൗന്ദര്യത്തിന് മാത്രമല്ല, ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾ